9:30 മണിയാ സമയം. തോന്നുന്ന സമയത്ത് കയറുന്ന അവന്റെ അപ്പം തീർക്കുക മണി. മലയാളി എന്റെ അടുത്ത് ചൂടായിട്ട് അവൻ വരുമ്പോ അവനോട് പറ രാവിലെ 8:30 തൊട്ട് ചിത്രം പിടിച്ച് വടി പിടിങ്ങോലെ നിൽക്കും മലയാളി. ഇതൊക്കെ വെട്ടിയിട്ട് എന്നല്ലേ കുറ്റി പൊളിക്കാൻ പറ്റുള്ളൂ. എന്നെ മലയാളി അവനൊന്നും പറയില്ല, നമ്മളെയല്ലേ പറയുള്ളൂ. നിനക്കൊക്കെ മാസം അടവുള്ളതുകൊണ്ട് എന്റെ പയ്യൻ എന്ത് പൊളിച്ച് തെറി കേട്ടാലും നീയൊക്കെ വരും. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ ഇട്ടിട്ട് പോകും. പോയാ പോട്ടെന്ന് വെക്കണം മലയാളി. എന്നിട്ട് കട്ടർ നീ പിടിക്കോ? അയ്യോ കട്ടർ എനിക്ക് പേടിയ മലയാളി. അതാരോ വണ്ണു മലയാളി. ആരാ? ഞാൻ ജോർജ് ചേട്ടൻ പറഞ്ഞിട്ട് വരിക, പുതിയ പണിക്കാരൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്റെ പേരെന്താ? ദീപു. നിനക്ക് EMI ഉണ്ടോ? നിനക്ക് മാസാമാസം അടവുണ്ടോന്ന്? എടാ ഇവനെ വിളിച്ചിട്ട് എടുത്തു കൊടുക്ക്. അവിടെ വെട്ടിന്റെ ബോക്സ് ഉണ്ട്, വൈകുന്നേരം ആവത്തേക്ക് അത് പൊളിച്ചോ. എടാ ഇവന് മിഷൻ ഒന്നും കൊടുക്കണ്ടോ, കട്ടറും ചിപ്പറും എടുക്കണ്ട. കട്ടറൊക്കെ തെറ്റി നെഞ്ചത്ത് കയറി പിന്നെ അത് മതി. അവർ ആ ഒരു ആത്മാർത്ഥതയിൽ പണി എടുക്കുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. നാളെ ഞാൻ ലീവ് എടുക്കാം കിട്ടുമെന്നോ? ഇവിടെ ഞാൻ പറയുന്നില്ലല്ലേ കാര്യങ്ങള്. മൊയിലൊരു മൊണ്ണ ഇങ്ങനെ തോന്നുമ്പോ കയറി വന്നാ ഇവിടുത്തെ പണി തീർക്കേണ്ട ദിനേശ. നല്ല അടുത്ത സെറ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. തന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, രാവിലെ തന്നെ കയറി വരുമ്പോ കുറച്ച വർത്താനം പറഞ്ഞ മുല്ലേക്ക് ഞാൻ ഇട്ടങ്ങ് പോകും. പോലെ സോറി തന്റെ ഈ ചൊപ്പ ജോലിയുടെ പുറകെ മാത്രം നടന്നാ പോലെ എനിക്ക് വേറെ ഉണ്ട് കുറെ ഉത്തരവാദിത്തങ്ങൾ. അതെന്തോന്ന്? അങ്ങാടിക്കടവില് കമ്പിക്കെട്ട് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ. ജനലക്ഷങ്ങളാണ് എന്റെ സേവനത്തിന് വേണ്ടി കാത്തിക്കുന്നത്. ആ തിരക്കിനിടയിലും തന്റെ കൂടെ പണിക്ക് വരുമ്പോ താൻ എന്റെ തലക്കറി നിരങ്ങ. ഇതാരാ? അത് പുതിയ പണിക്കാരനാടാ. ആരോട് ചോദിച്ചിട്ട് പുതിയ ഒരാളെ പണിക്കെടുക്കുമ്പോ എന്നോട് ചോദിക്കണ്ടേ? ഇതാ എനിക്കൊരു വിലയില്ല ഇവിടെ. എന്നാ പിന്നെ താനൊക്കെ ഞാൻ പോലെ നിനക്ക് ഇഷ്ടമല്ല ഇപ്പൊ പറഞ്ഞിടാണെങ്കിൽ. അല്ലെങ്കിൽ വേണ്ട, അവിടെ നിൽക്കട്ടെ. അവൻ കൊള്ളാമെങ്കിൽ വേറെ ചിലർ ഇവിടുന്ന് പറഞ്ഞു വിടാനുണ്ട്. ഈ റൂം മൊത്തം വരച്ചു വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ റൂം ഒന്ന് പൊളിച്ചിരണം. അപ്പം എന്താ എനിക്ക് വീട്ടിൽ പോകുന്നു വേണ്ടേ? ഞാൻ 5 മണിയാകുമ്പോ നിർത്തി വീട്ടിൽ പോകും. ഇപ്പൊ 10 മണിയാടാ. 10 മണിയാ? എന്നാ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ട്. നീ ഇപ്പൊ അവിടെ നിന്ന് വന്നേ ഇങ്ങോട്ട്. പാറ്റില് പറഞ്ഞു വിടറോ? അല്ല വേണ്ട, തന്റെ പണ്ടാരം ജോലി രാജിവെച്ചേക്കുന്നു. ചെല്ലേ പോയി കാല് പിടിച്ച് കൂട്ടിക്കൊണ്ടുവാ. മുതലാളിമാരുടെ ഒരു അവസ്ഥയെ അടുത്ത ആഴ്ച ലീവ് ആയിരിക്കും. ലീവ് ഒന്നുമില്ല, അടുത്ത സൈറ്റിൽ കയറാനുള്ള. എന്റെ അടുത്ത് ഞാൻ ലീവ് തരുമോ എന്ന് ചോദിച്ചതല്ല, അടുത്ത ആഴ്ച ലീവാന്ന് പറഞ്ഞതാ. നിനക്ക് തോന്നിയ പണിയെടുക്കാനാണ് നീ വീട്ടിൽ പോയിരുന്നോണം. നീ ഇപ്പൊ ഒന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പത്തേക്ക് റെസ്റ്റ് ഉണ്ടാക്കാൻ പോന്ന്. ഞാൻ പറയുന്ന പോലെ കേട്ട് നിക്കാൻ പറ്റി മാത്രം നിന്നാ മതി. വിട്ടോ മലയാളിക്ക് ആ പണിക്കാരനെ എവിടെ നീട്ടിയതാ? എന്ത്? അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ ഈ വരച്ചിട്ടിരിക്കുന്നതല്ലാണോ വെട്ടേണ്ടതെന്ന് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന്. എന്നാ കട്ടർ പിടിക്കട്ടേന്ന് അവൻ. കട്ടറെ തൊടരുത് ഞാൻ 100 തവണ പറഞ്ഞു മലയാളി. എന്നിട്ട് അവൻ കട്ടർ എടുത്താ? നീ എപ്പോ എവിടെ നോക്കിയിരിക്കുന്നു? പറഞ്ഞ കേക്കണ്ട മലയാളി. ഓപ്പ്. എന്നിട്ട് എന്താ പറ്റിയേ? അവനൊരു 10 മിനിറ്റ് കൊണ്ട് ഈ റൂം മുഴുവൻ വെട്ടിയിട്ട് മലയാളി. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ റൂമും. പിന്നെ 1/2 മണിക്കൂർ കൊണ്ട് ബാക്കി ആ 3 റൂമും വെട്ടിയിട്ടിട്ട് പോയിരിക്കുന്ന ഇരിപ്പാത്. That's a guarantee. Talk to me, numbers never lie. Add it up, that's me. അവനാണ്